Hi all, welcome our channel. ഞാൻ ഉണ്ടാക്കുന്ന ഡേറ്റ്സ് പുഡിംഗ്. ആവശ്യമുള്ള സാധനങ്ങൾ ഒരു 15 ഡേറ്റ്സ് നമ്മൾ സീഡ് കളഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഇനി നമ്മൾ മിക്സിയുടെ ജാർ എടുത്ത് നമ്മൾ ഡേറ്റ്സ് അതിലോട്ട് ഇട്ട് നമ്മൾ കുറച്ച് പാല് ഈ ഡേറ്റ്സും കൂടി ചേർത്ത് നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിത് പാൽ ഒഴിച്ചു. ഇനി അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് കുറച്ച് വെള്ളത്തിൽ നമ്മളൊരു 10-15 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ അത് ചെറു ചൂടിൽ അതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ എടുക്കണം. ഇവിടെ കിട്ടുന്ന ചൈന ഗ്രാസ് കുറച്ച് ലെങ്തി ചൈന ഗ്രാസ് ആണ്. അത് നമ്മളത് കത്രിക വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്നിട്ട് സോക്ക് ചെയ്തതിന് ശേഷം നമ്മളതൊരു ചെറു ചൂടിൽ നമ്മളത് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡേറ്റ്സ് മിൽക്കുള്ള മിക്സർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു സോസ് പാൻ എടുത്ത് നമ്മൾ അതിലേക്ക് ഒരു 1.5 കപ്പ് പാല് നമ്മൾ ഒഴിക്കുകയാണ്. ആ പാലൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ അതിലോട്ട് 4 ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണ്. നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ എടുക്കണം. നമ്മുടെ പഞ്ചസാര നന്നായി ഇതിൽ അലിഞ്ഞ് കിട്ടണം. ഇതിന് ശേഷം നമ്മൾ ഇതിലോട്ട് നമ്മൾ ആ ഡേറ്റ്സ് മിൽക്കിൻ്റെ ആ സിറപ്പ് നമ്മൾ ഇതിലോട്ട് ചേർക്കാണ്. നമ്മളതിൽ നന്നായി നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതൊന്ന് തിളച്ചു വരണം. നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി തിളച്ചു വരുമ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് നമ്മളൊരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ട് നമ്മളത് ഈ മിക്സ്ചറിലൂടെ നമ്മൾ ചേർക്കുകയാണ്. നമ്മൾ നന്നായിട്ട് ഒന്ന് തിളച്ചു വരണം. നമ്മൾ തിളച്ചു വരുമ്പോൾ തിളച്ചു വരുമ്പോൾ നമ്മൾ അതിലോട്ട് നമ്മളൊരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് നമ്മൾ ഇതിലോട്ട് ചേർക്കുകയാണ്. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പിന്നെ ഇനി തിളക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടിയാൽ മതി. തിള വരുമ്പോഴേക്കും നമ്മൾക്കത് ഓഫ് ചെയ്ത് വെക്കാം. ഇതൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ പുഡിങ് ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു ഡിഷിലോട്ട് നമ്മൾ മാറ്റുകയാണ്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഒരു 3 to 4 hours നമ്മളിതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കണം. ഞങ്ങളിവിടെ 2 പാത്രത്തിലായിട്ടാണ് അത് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്.
നമ്മളൊരു 4 hours കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ അതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഡേറ്റ്സ് ഞങ്ങളിതിങ്ങനെ വെച്ചു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെരി ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, താങ്ക് യു.